ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മത്തായിയുടെ സുവിശേഷം 26 അധ്യായം അതിൻ്റെ 24 വാക്യം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് കൊള്ളായിരുന്നു. നമ്മുടെ കർത്താവ് ഇപ്പം വിഷമത്തോടെ പറയുകയാണ്, ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ നോക്കി കർത്താവ് മനോവ്യസനത്തോടെ പറയുകയാണ്, ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇന്നും ഇതുപോലത്തെയുള്ള ആ നാശയോഗ്യരായ മകനോ മകളോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. 84 വയസ്സുള്ള ഒരു അമ്മച്ചി ഇങ്ങനെ മരിക്കാൻ കിടക്കുകയാണ്, അന്ത്യശ്വാസം വലിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ആ അമ്മച്ചി കണ്ണ് തുറക്കുന്നില്ല, വെള്ളമിറക്കുന്നില്ല. മക്കളൊക്കെ ചുറ്റുമുണ്ട്. ഒരു തുണിയിൽ ഇങ്ങനെ നനച്ച് ഇങ്ങനെ തുള്ളി വെള്ളം കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് ഇറങ്ങുന്നില്ല. അമ്മച്ചി ഇങ്ങനെ കിടക്കുകയാണ്. എന്നാൽ ഈ അമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് കണ്ണൊന്ന് തുറക്കും. കണ്ണ് തുറന്നിട്ട് ചുറ്റും ഇങ്ങനെ കൃഷ്ണമണി ഇങ്ങനെ പായിക്കും, ഇങ്ങനെ നോക്കും. ആ അമ്മച്ചി ആരെയോ പ്രതീക്ഷിക്കുകയാണ്. മക്കള് എല്ലാവരും ഉണ്ട്, എന്നാൽ ഒരു മകൻ മാത്രം അടുത്തില്ല. ആ മകൻ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്, പക്ഷെ അവൻ ഇതേവരെ അമ്മച്ചിയെ കാണാൻ വന്നിട്ടില്ല. ഈ അമ്മച്ചി രോഗിയായിട്ടും പ്രായാധിക്യം കൊണ്ടുള്ള രോഗമല്ല, മറ്റ് അസുഖങ്ങളൊന്നുമില്ല. അമ്മച്ചി ഒരുപാട് കഷ്ടപ്പെട്ടതാണ്, മക്കളെയൊക്കെ വളർത്തി ഇങ്ങനെ ആയപ്പോഴേ ഈ ഒരു മകൻ മാത്രം അവനെന്നും അമ്മച്ചിയോട് ശണ്ടയാണ്, മറ്റ് സഹോദരങ്ങളോട് ശണ്ടയാണ്. ഒറ്റ കാരണമേ ഉള്ളൂ, അവൻ സ്വത്ത് വീതം വെച്ചപ്പോൾ അവന് കുറഞ്ഞുപോയി എന്നുള്ള പരാതിയാണ്. എല്ലാവർക്കും ഒരുപോലെയാണ് കൊടുത്തത്, പക്ഷെ അവൻ പറയുന്നത് അവന് വീതം കുറച്ചേ കിട്ടിയുള്ളൂ എന്ന് പറയുകയാണ്. അക്കാരണം പറഞ്ഞുകൊണ്ട് മറ്റ് സഹോദരന്മാരോട് എന്നും വഴക്കാണ്. ആ സഹോദരങ്ങളെല്ലാം അവൻ മിക്കവാറും കള്ളക്കേസിൽ ജയിലിൽ കയറ്റും. അതുപോലെ തന്നെ ഈ അമ്മച്ചിയെ എന്നും ഇതുപോലെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ളൊരു മകനാണ്. ആ മകനെ ആയിരിക്കാം ഈ അമ്മച്ചി നോക്കുന്നത്. അവന് ഈ അന്ത്യശ്വാസം വലിക്കാൻ നേരവും വരുന്നില്ല. മറ്റ് സഹോദരങ്ങളുടെ മക്കളെ വിട്ട് അവനെ വിളിപ്പിച്ചു. അവൻ പറയുന്ന ഇതാണ്, പ്രായമായ മരിക്കും എന്ന് പറഞ്ഞ് അവർ വരുന്നില്ല. അത്ര കഠിനഹൃദയനായിരിക്കുകയാണ്. അപ്പം ആ അമ്മച്ചി അവസാനമായിട്ടൊന്ന് കാണാൻ ആഗ്രഹിക്കുക, എന്നിട്ട് പോലും അവന് വരുന്നില്ല. ആഹാരമോ ഈ ചിലവോ ഒന്നും വഹിക്കണ്ട, ഒന്ന് കണ്ടാൽ മതി, അതിന് പോലും അവൻ വരുന്നില്ല. അവനോ അവൻ്റെ മക്കളോ ഭാര്യയോ ഒന്നും വരുന്നില്ല. അങ്ങനെ ആ അമ്മച്ചി മരിച്ചു കഴിഞ്ഞപ്പോഴെങ്കിലും അവൻ വരുമെന്ന് കരുതി നാട്ടുകാരും വീട്ടുകാരും ഈ സഹോദരങ്ങളൊക്കെ നോക്കി നിൽക്കുക, വന്നില്ല. അന്ത്യചുംബനം കൊടുക്കാൻ നേരം അവൻ വരുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുക, എന്നിട്ടും വരുന്നില്ല. ഈ ബോഡി എടുത്ത് പള്ളിയിൽ കൊണ്ടുവന്നു. പള്ളിയിലെ ശുശ്രൂഷയും കഴിഞ്ഞു. മുഖം മറയ്ക്കാൻ നേരം ഇങ്ങനെ നോക്കി നിൽക്കുക, അച്ഛന്മാരും ഒക്കെ നോക്കി നിൽക്കുക, അവൻ വരുന്നുണ്ടോ ഇല്ലയോ. കാരണം ഈ ഒരു അന്ത്യചുംബനവേലും കൊടുക്കാൻ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. അവൻ വന്നില്ല. മുഖം മൂടിയപ്പോൾ അവനും അവൻ്റെ മകനും കൂടെ വരുന്നുണ്ട്. വിദേശത്തു നിന്നും കണ്ട് വരുന്ന പോലെ അവന് ഇങ്ങനെ ഒരു കാഴ്ചക്കാരനായിട്ട് വന്നിട്ട് നിർവികാരനായിട്ട് ഇങ്ങനെ ഒന്ന് എത്തി നോക്കിയിട്ട് അവൻ തിരിഞ്ഞുപോയി. അതും ആരോ പറഞ്ഞിട്ടാണ് വന്നത്. നീ കുറഞ്ഞ പക്ഷം പള്ളിയിലെങ്കിലും പോയി ആ അമ്മച്ചി ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അവൻ വന്നപ്പോഴേക്കും മുഖം മൂടി എല്ലാം കഴിഞ്ഞിരുന്നു. അവൻ ആവശ്യപ്പെട്ടുമില്ല, മുഖം വേണ്ട എന്ന് പറഞ്ഞ് അവൻ പോവുകയും ചെയ്തു, തിരിച്ചുപോയി. ഇതുപോലത്തെയുള്ള മക്കളെ നോക്കി ആ അമ്മച്ചി ഒരുപക്ഷെ പറയുന്നുണ്ടായിരിക്കാം, നീ എനിക്കൊരു മകനായി പറന്നു പോയല്ലോ. പ്രിയമുള്ളവരെ, അമ്മമാരെയോ ആരെയും തന്നെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. അതൊരു ശാപയോഗ്യമായ കാര്യമാണ്. ആ ശാപത്തിന് ഇരയാകാതെ ഉള്ളതും നല്ല പരസ്പരം സന്തോഷിച്ചും ജീവിക്കുവാൻ നമുക്ക് കഴിയണം. ഇങ്ങനെയൊക്കെയുള്ള മക്കള് ഈ സമൂഹത്തിന് മാത്രമല്ല എല്ലാവർക്കും ശാപമാണ്. അവിടെ കൂടിയിരിക്കുന്നവരെല്ലാം പറയുന്നുണ്ട്, ഈ അമ്മച്ചിയുടെ മകനായി പോയല്ലോ അവൻ. നല്ലൊരു അമ്മച്ചി, നല്ല സഹോദരങ്ങൾ, പക്ഷെ അവൻ മാത്രം സഹകരിക്കാതെ ഈ ഇസ്കറിയാത്ത യൂദായെ പോലെ അവനെല്ലാം ഒരു നാശയോഗ്യനായി നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയാകാതെ മറ്റുള്ളവരോട് സ്നേഹിച്ചും പറഞ്ഞും ഈ സ്വത്തും ഈ പണമൊന്നും എങ്ങും കൊണ്ടുപോയില്ല. ഓരോരുത്തർക്ക് എങ്ങനെയാണ് പോകുന്നതെന്നറിയാം. എത്ര ഉണ്ടായാലും ആ പെട്ടി ആ ഒരു അവസ്ഥയിൽ നമ്മളും ആവും എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും സഹോദര സ്നേഹത്തോടും ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. ഈ കർത്താവ് പറഞ്ഞ പോലെ ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ആ ശാപവാക്ക് കേൾക്കാതെ ആ സ്നേഹിക്കുന്നവരായി മറ്റുള്ളവരെ കരുതുന്നവരായി നമുക്ക് ജീവിക്കാം. അങ്ങനെ കർത്താവിൻ്റെ അനുഗ്രഹപാത്രമായി തീരുവാൻ തക്കവണ്ണം നമുക്ക് കഴിയട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.